ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷാമ്പൂവിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇത് മുടിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളുമില്ലാത്ത ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു ഷാമ്പൂ ആണ്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരുടെ ഒക്കെ കാലത്തൊക്കെ അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ഇന്ന് ഈ ഷാമ്പൂ ഉണ്ടാക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റം. ഇന്ന് പല പല ഷാമ്പുകൾ നമ്മൾ മാറി മാറി ഉപയോഗിച്ച് പല പല കെമിക്കൽസ് യൂസ് ചെയ്ത് അകാല നര അതുപോലെ മുടി കൊഴിച്ചിലും ഒക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. പക്ഷെ പണ്ട് കാലത്ത് കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. പക്ഷേ എനിക്ക് ഈ അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി ഒരു വിവരം കിട്ടിയത്. ഇതാണ് റീത്ത, അല്ലെങ്കിൽ സോപ്പിനട്ട്, അല്ലെങ്കിൽ സോപ്പ് കായ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞു. ഒരു നോർത്ത് ഇന്ത്യൻ പറഞ്ഞതാണ് ഇതിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് അവർ തലമുടി അല്ലെങ്കിൽ തല കഴുകാറുള്ളത്. ഷാമ്പു പോലെ നന്നായിട്ടങ്ങ് പതയത്തില്ല എങ്കിൽ പോലും ഇത് നല്ലതാണ് മുടി കഴുകാൻ. അതുകൊണ്ട് നരയുടെ അതുപോലെ പേൻ ശല്യം മാറുന്നതിന്, താരൻ മാറുന്നതിന് ഒക്കെ നല്ലതാണെന്നും. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത്, പണ്ട് നമ്മുടെ അടുത്തൊന്നും ഒരുപാട് പൈസ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് സോപ്പ് വാങ്ങിക്കാനൊന്നും പൈസ കാണത്തില്ല. ആ സമയത്ത് തുണിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ റീത്തക്കായാണ്. സോപ്പും കായ എന്ന് പറയപ്പെടും. അതുപോലെ പാത്രം കഴുകുന്നതിനും അതുപോലെ ആഭരണങ്ങളൊക്കെ നല്ല പുതുക്കിയെടുക്കുന്നതിനും പണ്ടൊക്കെ തട്ടാന്മാരുടെ കടയിലൊക്കെ സ്വർണ്ണമൊക്കെ നല്ല മിനുക്കിയെടുക്കുന്നതിനും ഇത് ഉപയോഗിച്ചിരുന്നതായി അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ഷാമ്പു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ട അതേപോലെ ഒരു 10-20 തലേ ദിവസം രാത്രിയിലെ നമ്മൾ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് നല്ല കുതിർന്ന് കിട്ടും. ഒരു രാത്രി 10 മണിയോടുകൂടിയൊക്കെ വെള്ളത്തിലിട്ടതാണ്. രാവിലെ എടുക്കുമ്പോഴത്തേന് കുറച്ച് നേരത്തെ കണ്ടത് നല്ല ഉണങ്ങി ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കും. അത് തന്നെ നമുക്ക് നല്ല ഉണങ്ങിയതാണെങ്കിൽ കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ പൊട്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇടികല്ലോ ചുറ്റികയോ വെച്ചങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പം ഞാൻ കുരുവോടെ തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതാണ്. ഇതേ നോക്കിക്കേ, ഇപ്പോൾ കുതിർന്ന് വന്നപ്പോൾ തന്നെ ഇതിനകത്ത് നല്ല പത വരുന്നുണ്ട്. ഇപ്പോൾ നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് കുരു ഇളക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇതേപോലെ നല്ല ഈസി ആയിട്ട് കുരുകളെല്ലാം മാറ്റിയെടുക്കണം. കുരുകളെല്ലാം മാറ്റിയെടുത്തിട്ട് അതിനെ ഈ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളത്തോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് ആവശ്യമായ അത്രയും വെള്ളം ഉപയോഗിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ റീത്തയുടെ കുരുക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുരുക്കൾ നമുക്ക് കളയാനേ പറ്റൂ. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ വിത്തുകളെല്ലാം കുരുക്കളെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക്, നമുക്ക് വേവിക്കാൻ പറ്റുന്ന മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റുക. അതിൻ്റെ കൂടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ഏകദേശം ഒരു 20 റീത്ത ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് ഒരു 3/4 ലിറ്റർ 750 മില്ലി അളവിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്നത് നിർബന്ധമില്ല, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല. അത് നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടുകാലം മുതലേ നമ്മൾ താളി ഒക്കെ ആയിട്ട് തലയിൽ തേക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ചെമ്പരത്തിയുടെ ഇല. ഞാനൊന്ന് കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവിധ ആൻറ്റി ബാക്ടീരിയൽ എല്ലാത്തിനും പ്രതിരോധമായിരുന്നായിട്ടുള്ളതാണ് വേപ്പില. അതിൽ നിന്നും ഒരു 2 തണ്ട് വേപ്പിലയുടെ ഇല കൂടി ഊരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉലുവ ചേർക്കാം. അതും തലമുടിക്ക് വളരെ നല്ലതാണ് ഉലുവ. ഞാനിപ്പോൾ ഇവിടെ ഉലുവ ചേർക്കുന്നില്ല. ഈ 2 വേപ്പിലയും അതുപോലെ നമ്മുടെ ചെമ്പരത്തിയുടെ കുറച്ച് ഇലയും ഒരു 10ഓളം ഇല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം. അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇത് അതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുള്ള ഒരു കായ്, അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു കാ. ഇതുകൊണ്ട് ആഭരണങ്ങൾ വളരെ എളുപ്പം, ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട. പക്ഷേ ഈ ഒരു കാ വെള്ളത്തിലിട്ടിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് വെളുപ്പിക്കാനുള്ള ആഭരണം, അതായത് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നൊരു വെള്ളിയുടെ കുലുസാണ്, അതും കൂടി ഇട്ട് വെച്ചിരുന്നാൽ രാവിലെ എടുക്കുമ്പം പെട്ടെന്ന് നല്ല തിളക്കത്തോടെ ഏത് ആഭരണമായാലും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ തലേ ദിവസം ഒന്നും വെള്ളത്തിലിട്ടില്ല. ഇപ്പോൾ എടുത്ത ഒരു കാ, അതിൽ നിന്നും ഷാമ്പൂവിനെടുത്തതിൽ നിന്ന് ഒരു കാ ഇങ്ങോട്ട് മാറ്റിയിട്ട്
പെട്ടെന്നാണ് ഇപ്പോൾ കൊലുസിനെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ബലമൊന്നും പിടിക്കാതെ തന്നെ നോക്കിക്കാൻ നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം വരെ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇപ്പോൾ പെട്ടെന്നൊന്ന് ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് ഉരസിയെടുപ്പോൾ തന്നെ ആ കൊലുസിൻ്റെ കളറിലെ അഴുക്കെല്ലാം മാറി നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് തുണി കഴുകുന്നതിന് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബക്കറ്റിൽ വെള്ളമെടുത്തതിന് ശേഷം റീത്തയെ ഇതുപോലെ കുതിരാനായിട്ട് വെച്ചിരിക്കും. കുതിർന്ന് കഴിയുമ്പോഴത്തേന് ഇതുപോലെ നല്ല പത വരും. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് തുണി കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ അനുഭവിച്ചവരും ഉണ്ടായിരിക്കും, ചെയ്തിട്ടുള്ളവരും ഉണ്ടായിരിക്കും. പക്ഷേ ഞാനിത് കേട്ടറിഞ്ഞതാണ്, ഇത് അമ്മ പറഞ്ഞതാണ്. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ, നമ്മൾ ചില ചെയിന് ബ്രേസ്ലെറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസിലൊക്കെ അഴുക്ക് കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ സ്വർണ്ണക്കടയിൽ കൊടുത്ത് ഇത് ക്ലീൻ ചെയ്യിക്കേണ്ടി വരും. പക്ഷേ ആ സമയത്ത് ഇതുപോലൊരു റീത്ത, കുതിർന്ന റീത്തയെ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ തന്നെ ഗോൾഡിനോടൊപ്പം ഇട്ടിരുന്നിട്ട് ഒന്ന് ഉരച്ചെടുത്താൽ മതി, നല്ല വൃത്തിയാവും. പിന്നെ അടുത്ത ഇതുകൊണ്ടുള്ളൊരു യൂസ് ഞാൻ കണ്ടത്, ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ്. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ വാഷ് ബേസൻ അതുപോലെ അടുക്കളയുടെ സിങ്കൊക്കെ എത്ര അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിലും ഇതിൽ നിന്ന് ഒരല്പം നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഉരസിയായിട്ട് പെട്ടെന്ന് കഴുകിക്കളഞ്ഞാൽ മതി. സിങ്കിനകത്തൊക്കെയുള്ള എണ്ണമെഴുക്കും അഴുക്കും എല്ലാം പെട്ടെന്ന് മാറി തൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന അഴുക്കെല്ലാം മാറി ക്ലിയറായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ലിക്വിഡ് ഒഴിച്ച് ബ്രഷ് ഉപയോഗിച്ച് കഴുകി ഒക്കെ എടുക്കുമ്പോഴാണ് സിങ്ക് സാധാരണ വൃത്തിയാവാറുള്ളത്. അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് സിങ്ക്. ഇതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയതാണ്. ഇത് പെട്ടെന്ന് തന്നെ ഓയിലെല്ലാം മാറുന്നുണ്ട്. അതുപോലെ ഇത് എൻ്റെ ഒരു പഴയ ജിൻചട്ടിയാണ്. ഇതിനല്പം ഒരു ഓയിൽ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഓയിൽ വെള്ളം കാണുമ്പോൾ അറിയാം ഓയിലുണ്ട്. അപ്പോൾ ഈ ഓയിൽ മാറ്റാനായിട്ടാണ് നമ്മൾ സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള ഡിഷ് വാഷ് ബാറോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കഴുകുമ്പോഴാണ് ഇതിൻ്റെ ഓയിൽ മാറുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് റീത്തയുടെ ഒരു കുതിർന്ന ഒരു പീസിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്തിട്ട് കഴുകുമ്പോൾ തന്നെ ഫുള്ളായിട്ടും പാത്രത്തിലെ എണ്ണമയം എല്ലാം മാറുന്നുണ്ട്. ഇനി നമുക്ക് തിളയ്ക്കാൻ വെച്ച ഷാമ്പു എന്തായെന്ന് നോക്കാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി കൊടുത്താൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഷാമ്പു തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇലയൊന്നും അടിയിൽ പോയി പറ്റി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫുൾ ഫ്ലെയിമിലിട്ടേക്കാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇപ്പോൾ തന്നെ അതിനകത്ത് ചെറുതായിട്ട് പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ റീത്ത കുതിർത്ത് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നോക്കിക്കുക, പാലൊക്കെ തിളച്ച് വരുന്ന പോലെ നല്ല തിളച്ച് പൊന്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയെന്ന് കരുതി പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത്. പിന്നെ ഇത് നന്നായിട്ട് വേവണം. അതായത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള സോപ്പും കായ അഥവാ റീത്ത എന്ന് പറയുന്നത് അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആവും. നമ്മൾ നെല്ലിക്കയൊക്കെ അച്ചാറിട്ട നെല്ലിക്കയൊക്കെ എടുക്കുന്ന പോലെ കയ്യിൽ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അല്ലെങ്കിൽ ആദ്യം കണ്ട റീത്ത നല്ല കട്ടിയായിട്ടുള്ള, നമ്മൾ കല്ലൊക്കെ അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്ന ആ രീതിയിൽ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാനിത് ഓൺലൈനിലാണ് വാങ്ങിയത്. ഇത് നേരത്തെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഇതിൻ്റെ മരം ഉള്ളതായിട്ട്, പശക്കൊട്ട മരം എന്ന് അമ്മ ഇങ്ങനെ അതിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ മരമുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഇതുപോലെ തുണി കഴുകാനും ആഭരണങ്ങൾ വെളുപ്പിക്കാനുമൊക്കെ. ഇപ്പം നമ്മുടെ ഷാമ്പു നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റോളമൊക്കെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഒരു റീത്തയെ എടുത്തിട്ടെങ്കിൽ ഇലയൊക്കെ പെട്ടെന്ന് വാടിക്കോളും. ഒരു റീത്തയുടെ പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം കണ്ട പോലെയല്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടുന്ന പണി മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് പൈസയൊന്നും ചിലവാക്കാതെ തന്നെ ഇത്, എനിക്ക് തോന്നുന്നു ഇതൊരു 250 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. അതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെനിക്ക് കിട്ടിയത് 120 രൂപയ്ക്കോ മറ്റോ ആയിരുന്നു ഓൺലൈനിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി കൊണ്ട് തന്നെ നമുക്ക് എത്രയോ ദിവസം ഉപയോഗിക്കാനുള്ള ഷാമ്പു റെഡി ആയിട്ടുണ്ട്.
ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ കണ്ടെയ്നറിൽ ഒഴിച്ച് ഏതെങ്കിലുമൊക്കെ ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത് നമുക്ക് കൈയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു തണുപ്പായി കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടി നന്നായിട്ട് ഞെവിടി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ആ റീത്തയിലുള്ള സോപ്പിൻ്റെ അംശവും അതേപോലെ ഇലകളിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങളും എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഞെവിടി കൊടുക്കണം. ഞെവിടി കൊടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസെല്ലാം നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം വേണമെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നമ്മൾ തലയിലൊക്കെ തേക്കുമ്പോൾ ചെറിയ പൊടികളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാനിവിടെ ഇനി ഇതിനെ അരിപ്പയിലൂടെ അരിച്ചൊന്നും എടുക്കുന്നില്ല. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഞാൻ നേരെ കുപ്പിയിലേക്ക് മാറ്റുകയാണ്. കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഞാനിവിടെ ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. വലിയ ബോട്ടിലാക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇതാകുമ്പോൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഓരോ ബോട്ടിലായിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനെ ഷാമ്പൂ ഒക്കെ ചെയ്യുന്ന പോലെ വീണ്ടും ഇതിനെ ലിക്വിഡൈസ് ചെയ്യേണ്ട വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് കുറേ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി അതിൻ്റെ തണുപ്പ് മാറ്റി നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാക്കി എടുത്തതിന് ശേഷം തലയിൽ നിറയെ എണ്ണ തേച്ച് കൊടുക്കണം. നന്നായിട്ട് എണ്ണ തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നോർമൽ ഷാമ്പൂ ഉപയോഗിക്കുന്നത് പോലെ ഈ എത്രമാത്രമാണോ നമുക്ക് മുടിക്ക് ഉള്ളും നീളവും ഒക്കെ ഉള്ളത് അതിനനുസരിച്ച് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിത് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ടും കണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു പറഞ്ഞ സാധനം ഒരു പുതിയ അനുഭവമായിരുന്നു. ഇത് ഉപയോഗിച്ച് തല കഴുകുന്ന ഒരുപാട് പേരുണ്ട്. ഇതുവരെയും കെമിക്കൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ടില്ലാത്തവരും പലരും നമുക്കിടയിലുണ്ട്. അപ്പം ഒരു ഷാമ്പൂ ഉപയോഗിക്കാതെ തലയിലൊക്കെ അഴുക്കായിട്ടുള്ള അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഷാമ്പൂ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, ഞാൻ എൻ്റെ തുളസിയിലയും കറിവേപ്പിലയിട്ടുണ്ടാക്കിയ എണ്ണയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ മുടിക്ക് കുറച്ച് നീളവും ഉള്ളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തത്. പക്ഷേ കുളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വേണ്ടായിരുന്നു. ഇതിൽ കുറച്ചായാൽ തന്നെയും നല്ല പത കിട്ടും. എന്നോട് പറഞ്ഞത് ഷാമ്പൂ പോലെ ഒത്തിരി പതയൊന്നും വരത്തില്ല എന്നാണ്. പക്ഷേ ഷാമ്പൂ പോലെ ഒരുപാട് പതയൊന്നും വന്നില്ലെങ്കിലും മുടിയിലെ സ്കാൽപ്പിലെയും അഴുക്കെല്ലാം മാറാൻ വളരെ നല്ലത് തന്നെയാണ്. അത് സമ്മതിക്കണം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഷാമ്പൂ ഉപയോഗിച്ച് മുടി കഴുകിയതിന് ശേഷം കുളിച്ചിട്ട് വന്നതിന് ശേഷമുള്ള മുടിയാണ് കാണിക്കുന്നത്. അപ്പം ഒരുപാടങ്ങ് ഉണങ്ങിയിട്ടില്ല. ഞാനിപ്പം തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തൊന്ന് മാറ്റിയതിന് ശേഷം ആ വെള്ളത്തോടെ തന്നെയാണ് ഈ കാണുന്നത്. എനിക്ക് നന്നായിട്ട് ഷാമ്പൂ ചെയ്തതുപോലെ തന്നെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എനിക്കൊരു ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എനിക്ക് തലവേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുപോലെ എന്തോ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ പിന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മണം കാണും. ഇതിനെനിക്ക് പ്രത്യേകിച്ച് മണങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെയും തോന്നിയിട്ടുള്ളത് ചെറിയൊരു നമ്മുടെ പുളിയുടെ, നമ്മൾ സാമ്പാർ പുളി എന്ന് പറയുന്ന പുളിയുടെ ഒരു ടേസ്റ്റും ഒരു ചെറിയ പുളിയുടെ ഒരു മണം പോലുള്ളൊരു മണം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടും തന്നെ കെമിക്കൽസ് ഒന്നുമില്ലാത്ത ഒരു ഷാമ്പു ഉണ്ടാക്കി ഉപയോഗിച്ചും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ടിപ്പുകൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.